ദിവ്യ ഇപ്പം ആർജവമൊക്കെ മാറി ഒന്ന് ഒതുങ്ങി, ഇപ്പം കുണുഭാവയായിരിക്കുകയാണ്. ദിവ്യ വാർത്തകളെയൊക്കെ മീഡിയകളൊക്കെ ഭയക്കുന്നുണ്ട്. അതായത് മാസ് എൻട്രി നടത്തി നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ പോയിരുന്ന് നവീൻ ബാബുവിനെ അവഹേളിച്ച് നാണം കെടുത്തി ആത്മഹത്യയിലേക്ക് നയിച്ച ദിവ്യ ഇപ്പോൾ പറയുകയാണ് മാധ്യമങ്ങൾക്കൊക്കെ എതിരെ ദിവ്യ പരാതി കൊടുക്കാൻ പോകുന്നു. ദിവ്യയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നെയും എൻ്റെ കുടുംബത്തെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അപമാനിക്കുന്നതിനായി വസ്തുതാവിരുദ്ധമായ വ്യാജ വാർത്തകൾ കെട്ടിച്ചമച്ചവർക്കും വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിലൂടെ അത് പ്രചരിപ്പിച്ചവർക്ക്, അത് ചെയ്തവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കും. എന്നെ അതിശയിപ്പിച്ചതൊന്നുമല്ല, അതിൻ്റെ താഴെ ദിവ്യയ്ക്ക് എതിരെ വന്ന കമൻറ്റുകളാണ്. അച്ചാടാ പേടിച്ചു പോയോ? TK ഗോപി എന്ന് പറയുന്ന ഒരാൾ ഇട്ടേക്കുന്നത്, പേടിക്കണം, നീയൊക്കെ പേടിക്കേണ്ടി വരും. ഇത്രയൊക്കെ ഭൂരിപക്ഷം വാങ്ങിയാൽ പിന്നെ ശത്രുക്കൾ ഇല്ലാതിരിക്കുമോ? അമ്മയെയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാത്തവനും 10 രൂപ കൂടുതൽ കിട്ടിയാൽ അമ്മയെയും പെങ്ങളെയും നാട്ടുകാർക്ക് കൂട്ടിക്കൊടുക്കുന്നവനുമായ ഒരുത്തനുണ്ട്. രാജൻ ജോസഫ് എന്ന 3rd റേറ്റ് ചെറ്റ. അവനെ പറ്റുമെങ്കിൽ നിയമപരമായി അകത്താക്കണം. പുറത്തു വന്നാൽ അവൻ്റെ കരണക്കുറ്റി നോക്കി കൊടുക്കുകയും വേണം. ഈ ഒരു കമൻറ്റ് വായിച്ച് ദിവ്യ എന്ത് പറയുന്നു എന്നറിയാൻ ആകാംക്ഷയുണ്ട്. ഇനിയും മരണങ്ങൾ പ്രതീക്ഷിക്കാമല്ലേ? തന്നെ പോലുള്ളവർക്ക് അതാരേലും തുലഞ്ഞു കാണണം എന്നും അത് ആഘോഷിച്ച് ആത്മരതി അടയാനും നല്ല ആഗ്രഹമുണ്ടാകും. താനൊക്കെ എത്ര നുണക്കഥകൾ പറഞ്ഞും കേട്ടും ആസ്വദിച്ചാലും സത്യമെന്നത് തീർച്ചയായും പുറത്തു വരും. ഈ കേസ് കോടതിയിലാണ് കുറ്റം തെളിയിക്കപ്പെട്ട് കോടതി പറയുമ്പോഴാണ് ഒരാൾ കുറ്റവാളിയാകുന്നത്. അതുവരെ PP ദിവ്യ എന്നയാൾ കുറ്റവാളിയല്ല. തന്നെ ഉദ്ദേശിച്ചതാകും. ലാൽ സലാം സഖാവെ, നല്ല തീരുമാനം. വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചവരെ വെറുതെ വിടരുത്. സതുദ്ദേശപരമായത് ഉചിതമായ രീതിയിൽ ഉചിതമായ നേരത്ത് മാത്രം ചെയ്യുക. ബാബർ ഷോപ്പിൽ കയറി കഴിക്കാൻ എന്താണ് ഉള്ളത് എന്ന് ചോദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ. അനുകൂലവും പ്രതികൂലവും ഒക്കെയായ കമൻറ്റുകളുണ്ട്. ആദ്യം അപർണ കുറുപ്പിനെ പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ ചങ്ങാത്തം തന്നെ മുറിച്ചു കളയുക. മനുഷ്യരുമായുള്ള ചങ്ങാത്തം പോലെ വിറ്റ് പണമാക്കാനാണ് യുവന്മാർ ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നവീൻ ബാബു നാണം കെട്ടതോ, നവീൻ ബാബുവിനെ ഈ നാണം കെടുത്തിയത് ചിത്രീകരിച്ച് കണ്ണൂർ വിഷൻ എന്ന് പറയുന്ന മാധ്യമത്തെ വിളിച്ചുകൊണ്ട് വന്ന് അത് ചിത്രീകരിച്ച് നാട്ടിലെ മാധ്യമങ്ങൾക്കെല്ലാം കൊടുത്തത് നമ്മളാരും പോയത് കവർ ചെയ്തതല്ലല്ലോ, അത് ദിവ്യ തന്നെ കൊടുത്തതല്ലേ. അപ്പോൾ നവീൻ ബാബുവിന് കുടുംബത്തിന് ഈ നാണക്കേടില്ല. നവീൻ ബാബുവിനെ പരസ്യമായി അവഹേളിച്ച് നാട് മൊത്തവും ഈ കൊടുത്ത് ഈ മാധ്യമങ്ങളിൽ മുഴുവൻ അത് കാണിച്ച് അദ്ദേഹത്തെ നാണം കെടുത്തി നാവ് കൊണ്ട് കൊലപ്പെടുത്തിയതിന് നാണക്കേടില്ല. ദിവ്യക്കെതിരെ വ്യാജ വാർത്ത വന്നപ്പോൾ അതിനെതിരെ പരാതി എടുക്കുന്നു. ദിവ്യയെ കണ്ടുപിടിക്കാൻ പോലീസ് കീഴടങ്ങുന്നത് വരെ കാത്തുനിന്ന പോലീസ് ദിവ്യക്കെതിരെ പറഞ്ഞവർക്കെതിരെ നിമിഷ നേരം കൊണ്ട് കേസെടുക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ പിടിക്കുന്നു. എന്തൊക്കെയാണ് വാർത്ത ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? തനിക്ക് ഗോഡ് ഫാദർമാരില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന്. കാരണം ആഭ്യന്തര വകുപ്പിൽ കൃത്യമായ ഒരു ഗോഡ് ഫാദർ ദിവ്യയ്ക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്നും എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പോലീസ് നിശ്ചയമായി ഒരു ചെറിയ പരാതി പോലും എഴുതി കൊടുക്കാതെ സ്വമേധയാ പോലീസ് കേസെടുത്ത് കളയും എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. അങ്ങനെയാണോ കേസെടുത്തത് എനിക്ക് അറിയില്ല. എന്തായാലും രാജൻ ജോസഫിനെതിരെയൊക്കെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. ശരിയാണോ എന്നറിയില്ല. എന്തായാലും ദിവ്യക്കെതിരെ പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ എല്ലാം നാവടക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ രണ്ടും കച്ചകെട്ടി അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദറും ഈ ദിവ്യയും ഒക്കെ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അവർ ഇറങ്ങട്ടെ. പക്ഷെ മാധ്യമങ്ങൾ അവരുടെ നാവ് അടക്കിയാൽ ഇവിടെ പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും ഉണ്ടാകും എന്നുള്ളതും അനീതി പുലരുമെന്നുള്ളത് കൊണ്ടും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദിവ്യയെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന, മൂത്രമൊഴിക്കുന്ന, നിക്കറിൽ മുള്ളുന്ന സഹാക്കന്മാരുണ്ടാകും, ഭയപ്പെടേണ്ടവരുണ്ടാകും. കാരണം ദിവ്യയ്ക്ക് അറിയാവുന്ന രഹസ്യങ്ങൾ പലതും പുറത്തു വന്നാൽ പലരുടെയും തല പോകും, പലരും അടി എണ്ണേണ്ടി വരും. പക്ഷേ മാധ്യമങ്ങൾക്ക് ആ ഭയമില്ല. കാരണം നമ്മളെപ്പോലെയുള്ള മാധ്യമങ്ങളൊന്നും ദിവ്യയുടെ നിന്ന് അച്ചാരം പറ്റിയവരല്ല. നവീൻ ബാബുവിന് എന്ത് സംഭവിച്ചു? അത് നവീൻ ബാബു കറ്റൂലി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതും തെളിയപ്പെടണം. തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ദിവ്യ നവീൻ ബാബുവിനെതിരെ നടത്തിയ പ്രസംഗം, ആ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിച്ചപ്പോൾ ഞാൻ ഇത് ആദ്യ ദിവസം തന്നെ കണ്ട അവരിൽ ഒരാളാണ്. പക്ഷെ തുടങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ
ആദ്യ ഭാഗം ഞാൻ വായിച്ചു. അതായത് ഇവർ കത്തിക്കയറുന്നു, ഒരു ഉദ്യോഗസ്ഥനെ ഇട്ട് പൊരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ തോന്നുക, ഒരു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ ഇട്ട് പൊരിച്ചു എന്നുള്ള തരത്തിലാണ് ഇവരുടെ പ്രചാരണം നടന്നത്. അതിൽ ഇവരെല്ലാം പങ്കാളികളാണ്, ഈ സൈബർ സഖാക്കൾ ഉൾപ്പെടെ. പക്ഷെ എനിക്കത് മുഴുവൻ കണ്ടു നിൽക്കാനായില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ വീഡിയോ മുഴുവൻ ഈ കണ്ടു നിൽക്കണം, ഞാനത് സ്കിപ്പ് അടിച്ച് പോവുകയാണ്, അതായത് ഒഴിവാക്കി പോവുകയാണ് ചെയ്തത്. ഞാൻ ഇന്നും ആ വീഡിയോ മുഴുവനായിട്ട് അതായത് ദിവ്യ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. എന്തോ ഒരു വിഷമം വന്നതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ധന്യ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ദിവ്യക്കെതിരായിക്കൊണ്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരൊരു പൊതുപ്രവർത്തകയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്, ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്, DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ മുതിർന്ന ഒരു നേതാവായിരുന്നു, അതുപോലെ തന്നെ CPMൻ്റെ മുതിർന്ന നേതാവാണ്. ഇവർക്ക് ഈ മാധ്യമ വിചാരണയെ നേരിടാൻ കഴിയുന്നില്ലെങ്കിൽ ഇവർ ചെയ്ത കാര്യങ്ങൾക്ക് മാധ്യമങ്ങളുടെ പരിലാളനയും അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ഇങ്ങനെ എടുത്തുപൊക്കലുകളും ഒക്കെ ആസ്വദിച്ചു കൊണ്ടിരുന്ന രാഷ്ട്രീയത്തിൻ്റെയും ശുഖശീതളമയിൽ ഇങ്ങനെ എന്താണ് ഈ തണുപ്പിലൊക്കെ ഇങ്ങനെ പിന്നെ സ്വയം മറന്ന് അഭിരമിച്ചിരുന്ന ദിവ്യയ്ക്ക് എന്താണ് ഇപ്പോൾ ഇതിന് കഴിയാത്തത്? മാധ്യമങ്ങളുടെ വിചാരണയെ നേരിടാൻ കഴിയാത്തത് എന്താ? കാരണം ദിവ്യ ചെയ്യുന്നത് ഈ നവീൻ ബാബു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അങ്ങേയറ്റം മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ നവീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്. അവർ ചെയ്തത് കണ്ണൂർ വിഷൻ്റെ ഒരു റിപ്പോർട്ടറെ വിളിച്ചുകൊണ്ട് അത് മനഃപൂർവ്വം ഷൂട്ട് ചെയ്യിച്ച് അതിൻ്റെ വീഡിയോ വാങ്ങി തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് തൻ്റെ പിന്നെ വാട്സപ്പിലൂടെ തൻ്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് പ്രചരിപ്പിച്ച് അത് സൈബർ ആളുകൾ ഏറ്റെടുത്ത് അവരുടെ ഒരു പട തന്നെ അത് ഏറ്റെടുത്ത് കേരളമാകെ എന്ത് ചെയ്യുന്ന ഒരു പടർത്തുന്ന ഒരു ഇങ്ങനെ എന്താണ് പടർത്തി വിടുന്ന രീതിയിലേക്ക്, വൈറസിനൊക്കെ പടർത്തുമല്ലോ അതുപോലെ പടർത്തി വിടുന്ന രീതിയിലേക്ക് ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ അതെന്തിൻ്റെ പേരിലാണ് അപമാനിക്കപ്പെട്ടതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലായി. ഒരു പമ്പിൻ്റെ പേരിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ആ പമ്പിനെതിരെ അദ്ദേഹം അത് വൈകിപ്പിച്ചിട്ടില്ല എന്ന് പുറത്തു വന്നു. അദ്ദേഹം എത്ര നല്ല ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് മറ്റു സഹപ്രവർത്തകരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. മന്ത്രി തന്നെ പറഞ്ഞു, PB Nuh IAS പറഞ്ഞു. ഈ സമയത്ത് ശബരിമല പ്രശ്നത്തിലും പിന്നെ നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിലും നവീൻ ബാബു എന്ന് പറയുന്ന ആ ഒരു മികച്ച ഉദ്യോഗസ്ഥൻ ഒരു പുതിയ ഒരു യൂത്ത് സേനയെ അതുപോലെ തന്നെ നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മയെ ഒക്കെ എങ്ങനെയാണ് ഏകോപിപ്പിച്ചത് എന്ന് കലക്ടർ പറയുമ്പോൾ നമുക്ക് സങ്കടം വന്നു പോകും. അത്രയും പ്രയാസപ്പെട്ടൊരു പ്രളയത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ജീവന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവരൊക്കെ നിന്ന് കോർഡിനേറ്റ് ചെയ്തത് കൊണ്ടാണ് ആ പ്രളയത്തിൽ നിന്ന് ഒരുപാട് പേരെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത്. അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥനെ പറ്റി തോന്നിവാസം പറയുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ, അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുമ്പോൾ PP ദിവ്യയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ എന്ന ധന്യ ചോദിച്ച ചോദ്യത്തെ ഞാൻ വീണ്ടും ഒന്ന് ആവർത്തിച്ച് ചോദിക്കാൻ ഞാൻ അത് അങ്ങനെ ചോദിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദിവ്യയ്ക്ക് നോവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നവീൻ ബാബു എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യന്റെ നേരെ നിങ്ങൾ തൊടുത്തുവിട്ട കൂരമ്പുകൾ കൊണ്ട് അദ്ദേഹത്തിന് മനസ്സ് മുറിഞ്ഞ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോളം വരില്ല ദിവ്യയെ നിങ്ങൾ ഈ പറയുന്ന മാധ്യമ വിചാരണ ചെയ്യുന്നു. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകും, നിങ്ങൾ ഈ സ്ഥാനത്തേക്കൊക്കെ തിരിച്ചു വരും. ഇപ്പൊ കുറച്ചു കാലം ഇതൊക്കെ കേൾക്കുന്നത് ഒരു പ്രശ്നമായിട്ട് എന്തിനാണ് കാണുന്നതെന്നാണ്. തന്നെ എന്തോ പറയാൻ വന്നു, എന്താണ്? അത് നമുക്ക് ചർച്ച അവസാനിപ്പിക്കുന്ന സമയമായി. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നവീൻ ബാബുവിന് ഭാര്യയും 2 പെൺമക്കളുമുണ്ട്. അവർ അനുഭവിച്ചതിൻ്റെ 1% പോലും ദിവ്യയുടെ കുടുംബവും ഈ പേരിൽ അനുഭവിച്ചിട്ടില്ല എന്ന് ദിവ്യ ഓർക്കുക. ദിവ്യയുടെ കൊണ്ട് നഷ്ടപ്പെടുത്തിയത് ഒരു ജീവനാണ്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെയും 2 മക്കൾക്ക് അച്ഛനെയുമാണ്, ഒരു അച്ഛനും അമ്മയ്ക്കും മകനെയുമാണ്. അതിന് ദിവ്യ മറുപടി പറയുന്നത് വരെ, ഇതിൻ്റെ സത്യം തെളിയുന്നത് വരെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദിവ്യയ്ക്ക് ചെയ്യാനുള്ള ദിവ്യ ചെയ്യുക, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങളും ചെയ്യും.